എന്തൊക്കെയാണെങ്കിലും ആഴത്തിൽ ഇസ്ലാമിനെ പഠിക്കുകയും അഭിമാനപൂർവ്വം ഞാനൊരു മുസ്ലിം പെണ്ണാണ്, അഭിമാനപൂർവ്വം ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ ഞാനൊരു പെണ്ണായല്ലോ അൽഹംദുലില്ലാ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ പഠനത്തിന്റെ അഭാവമാണ്. ഞാനൊരു ആണായിരുന്നെങ്കിൽ എന്നല്ല. ഒറ്റ കാര്യം പറയാം, എന്റെ ഭാര്യയ്ക്ക് 1000 തേങ്ങുള്ള ഒരു തെങ്ങും തോട്ടമുണ്ട്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അറിയോ? ആ തേങ്ങയൊക്കെ ഇട്ടിട്ട് അതിന്റെ കറക്റ്റ് എണ്ണൊക്കെ കണക്കൂട്ടിയിട്ട് ഒരു സ്ലിപ്പില് എടി ഇത്രായിരം ഉറുപ്പ്യ എന്നാ എന്റെ പൈസ. അപ്പൊ അതിനോള് പറയും 5 കിലോ പഞ്ചസാര വേണം, 10 കിലോ ഇത് വേണം, അത് വേണം, ഇത് വേണം, അത് ഞാനെടുത്ത് വാങ്ങിക്കൊള്ളണം. എന്റെ ഭാര്യയ്ക്ക് 1 രൂപ തരല് ബാധ്യതയല്ല. പക്ഷെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ഞാൻ കുടുങ്ങണത് കാണുമ്പോ ചിലപ്പോൾ പൈസ എടുത്തു തരുന്നുണ്ടാവും. എന്റെ ATM ഡീറ്റെയിൽ മുഴുവൻ എന്റെ അടുത്ത് വേണം എന്ന് പറയാൻ എനിക്ക് റൈറ്റ് ഇല്ല. അപ്പോ ഒരു പെണ്ണായതിൽ സന്തോഷിക്കണോ വേണ്ടേ? എന്റെ വിഷയം അതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 100 പറഞ്ഞുതരും. അത്രയും പഠിച്ചു ചെല്ലുമ്പോ നമുക്ക് മനസ്സിലാകും. പഠിക്കാതിരിക്കുമ്പോ മറ്റുള്ളവർ മുഴുവൻ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾക്കും ഇച്ഛകൾക്കും തോന്നിവാസകൾക്കും തിന്മകൾക്കും DJ മ്യൂസിക് നൈറ്റുകൾക്കും ഹോസ്റ്റലിലെ ഒരുപാട് കാഴ്ചകൾക്കും ഇടയിലൂടെ നടക്കുമ്പോ ഐ ആം എ മുസ്ലിമ, ഞാനൊരു മുസ്ലിമയാണെന്ന് ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞോളുന്നില്ല. ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ യസ്ഫാം സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. ഇൻഷാ അല്ലാഹ്.